അവോദ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജോബ് പ്ലേസ്മെന്റ് റേറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അവോദയുടെ PHP ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് കോഴ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു PS. ഞാനാണ് നിങ്ങളെ ട്രെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ IT ഫീൽഡിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു കോഴ്സാണ് നമ്മുടെ PHP ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് കോഴ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ് മുതൽ നമ്മുടെ PHP ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു ലാംഗ്വേജ്, അതായത് ഈ ഒരു PHP ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് കോഴ്സിൽ ഏതൊക്കെ ലാംഗ്വേജാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഏത് ലാംഗ്വേജാണ് നമ്മൾ തുടങ്ങുന്നത്, ഏത് ലാംഗ്വേജിൽ നിന്നാണ് നമ്മൾ PHP ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ HTML എന്ന ലാംഗ്വേജിൽ നിന്നാണ്. HTML എന്ന് പറയുമ്പോൾ എന്താണ് HTML ഫുൾ ഫോം? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് HTMLൻ്റെ ഫുൾ ഫോം. ഈ HTML എന്തിനാണ് ഉപയോഗിക്കുന്നത്? വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ HTML ഉപയോഗിക്കുന്നത്. അതായത് വെബ്സൈറ്റുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ വേണം. ആ സ്ട്രക്ചറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു HTML ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ HTML പഠിച്ചതിന് ശേഷം രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് CSS ആണ്. CSS എന്ന് പറയുമ്പോൾ എന്താണ്? കാസ്കാഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്നാണ് CSSൻ്റെ ഫുൾ ഫോം. ഈ CSS എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇതിന് പേരുള്ള പോലെ തന്നെ നമുക്ക് സ്റ്റൈൽ ഷീറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റൈലുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മാത്രമല്ല നമ്മുടെ കുറേ വർക്കുകൾ ഈ ഒരു CSS ലാംഗ്വേജ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒഴിവായി കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അതിന് സമയം ലാഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു CSS ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ CSSും പഠിച്ചതിന് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? പൊതുവായിട്ട് നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്, അതേപോലെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ജാവാസ്ക്രിപ്റ്റ് എന്നത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ജാവാസ്ക്രിപ്റ്റും കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ തന്നെ ലൈബ്രറി ആയിട്ടുള്ള jQuery ആണ്. ഈ jQuery എന്താണ് വ്യത്യാസം വരുന്നത് ജാവാസ്ക്രിപ്റ്റിൽ നിന്ന്? ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ജാവാസ്ക്രിപ്റ്റിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് നമ്മുടെ jQuery എന്നത്. മാത്രമല്ല jQuery എന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ലൈബ്രറി ആണെന്ന് നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിനെ കുറച്ചും കൂടി എളുപ്പമാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലാംഗ്വേജ് ആണ് jQuery. ഈ jQueryയും പഠിച്ചതിന് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് XML ആണ്. XML ലാംഗ്വേജ് ടോട്ടൽ ഡിഫറെൻ്റ് ആണ്. കാരണം എന്താണ്? XML ഫുൾ ഫോം എന്താണ്? എക്സ്റ്റെൻഷിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് XMLൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഈ XML എന്ന് പറയുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത്? ഹ്യൂമൻ റീഡബിളും മെഷീൻ റീഡബിളും ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് XML എന്നത്. കാരണം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ മെഷീനിൽ ഇത് വായിക്കുമ്പോഴും പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ലാംഗ്വേജ് ആണ് നമ്മുടെ XML എന്നത്. ഈ XML പഠിച്ചതിന് ശേഷം നമ്മൾ PHP ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എന്ന കോഴ്സിൻ്റെ നെയിം പോലെ തന്നെ PHP ലാംഗ്വേജ് ആണ് പഠിക്കാൻ പോകുന്നത്. PHP ലാംഗ്വേജ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടാണ് നമ്മുടെ PHP ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ബാക്ക് എൻഡ് ആയിട്ട് ലാംഗ്വേജ് എന്നും പറയാം നമുക്ക് PHP ഉപയോഗിക്കുന്നത്. PHPയുടെ ഫുൾ ഫോം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ എന്നാണ് ഈ PHPൻ്റെ ഫുൾ ഫോം. അപ്പോൾ നമ്മൾ PHPയും പഠിച്ചതിന് ശേഷം നമ്മൾ OOPS ആണ് പഠിക്കുന്നത്. OOPS എന്ന് പറയുമ്പോൾ എന്താണ്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നാണ് OOPSൻ്റെ ഫുൾ ഫോം. ഈ OOPSന് നമ്മൾ 4 ഫില്ലേഴ്സ് ഉണ്ട്. ഈ 4 ഫില്ലേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ OOPS പഠിക്കുന്നത്. ഏതൊക്കെയാണത്? എൻക്യാപ്സുലേഷൻ, അതേപോലെ തന്നെ ഇൻഹെറിറ്റൻസ്, അബ്സ്ട്രാക്ഷൻ, അതേപോലെ തന്നെ പോളിമോർഫിസം. ഈ 4 ഫില്ലേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ OOPS പഠിക്കുന്നത്. ഈ OOPSും പഠിച്ചതിന് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാറ്റാബേസാണ്. ഡാറ്റാബേസായിട്ട് കുറേ ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ഈ ഒരു കോഴ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് MySQL ആണ്. ഈ MySQL പഠിച്ചതിന് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ PHPക്ക് ഒരു ഫ്രെയിം വർക്ക് ആവശ്യമാണ്. ഫ്രെയിം വർക്ക് ഇപ്പോൾ ഒരുവിധം എല്ലാ കമ്പനീസും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്രെയിം വർക്കായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ലറാവലാണ്. MVC ആർക്കിടെക്ചർ ഉപയോഗിച്ചുകൊണ്ട് PHPയിൽ ഫ്രെയിം വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലറാവൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ PHP ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് കോഴ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ തൊട്ടിട്ട് നമ്മൾ ഓരോ ലാംഗ്വേജിനെയും സെപ്പറേറ്റ് എടുത്ത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കും. മാത്രമല്ല എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതെന്നുള്ളതും നമ്മൾ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതിൻ്റെ വ്യത്യാസം, അതേപോലെ തന്നെ തിയറിറ്റിക്കലായിട്ട് പറഞ്ഞു തരുമ്പോഴുള്ള വ്യത്യാസം നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് നേരിട്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ തിയറിറ്റിക്കലായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.